ഞാൻ എൻ്റെ ഗൂഗിൾ മാപ്സ് ഇവിടെയാണ് യു ടേൺ പറഞ്ഞത്. അപ്പോൾ when I tried to take the U-turn, I put the indicators and tried to go to my lane. അപ്പോൾ ഇവൻ ഗൂഗിൾ മാപ്പ് നോക്കി വണ്ടി യു ടേൺ എടുത്താണ്. അപ്പോൾ എസ്ആറും പുറയിൽ ഓൾറെഡി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൻ വെട്ടിച്ചെന്ന് പറയുന്നത്, വെട്ടിച്ചപ്പോൾ ബാക്ക് സൈഡ് ആ വണ്ടിയുടെ പള്ളിയിൽ തട്ടി ഇവൻ ആ മീനത്തിന് അവിടെ ചവിട്ടി കയറി. ഗൂഗിൾ മാപ്പ് നോക്കി തെറ്റി വന്നതാണ്. ആ റൈറ്റ് തിരിയണേന് ഈ റൈറ്റിലേക്ക് എടുത്തു വണ്ടി. നമസ്കാരം. കൊച്ചിയിൽ ഗൂഗിൾ മാപ്പ് നോക്കി വന്ന യുവാവ് അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ്. ഈ യുവാവ് ഗൂഗിൾ മാപ്പ് നോക്കി തൃക്കാക്കരയ്ക്ക് പോവുകയായിരുന്നു. ഇടപ്പള്ളിയിലെ മുന്നോട്ട് വരുമ്പോൾ തൃക്കാക്കരയ്ക്ക് പോകാനായിട്ട് ടോളിൻ്റെ അടുത്ത് ഒരു യൂ ടേൺ ഉണ്ട്, അത് അടച്ചു വെച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മാത്രമേ യൂ ടേൺ ഉള്ളൂ. പക്ഷേ അതിന് മുമ്പുള്ള ഈ അടച്ചു വെച്ചിരിക്കുന്ന യൂ ടേണിൽ കൂടി വലത്തേക്ക് തിരിക്കുവാൻ ഈ ഗൂഗിൾ മാപ്പ് ആവശ്യപ്പെടുകയായിരുന്നു. ഇടത് ട്രാക്കിൽ കൂടി വരികയായിരുന്ന ആ വാഹനം പെട്ടെന്ന് വലത്തേക്ക് തിരിച്ചപ്പോൾ സ്വകാര്യ ബസ്സിലിടിക്കുകയായിരുന്നു. സ്വകാര്യ ബസ് വലിയ വേഗതയിലല്ലാത്തതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും പറ്റിയില്ല. ഈ ഇടിയുടെ ആഘാതത്തിൽ വാഹനം നിയന്ത്രണം വിട്ട് മീഡിയയിലേക്ക് ഇടിച്ചു കയറി. അടുത്തുണ്ടായിരുന്ന പില്ലറിലും ഇടിച്ചില്ല. അതുകൊണ്ട് തന്നെ വലിയ അപകടമൊന്നും ഉണ്ടായില്ല. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദിലിന്റെ കാറാണ് അപകടത്തിൽപ്പെട്ടത്. അതിൽ എന്താ സംഭവിച്ചത്? അല്ല, ഞാൻ മുമ്പിൽ പോവായിരുന്നു. അപ്പോൾ ലൈക്ക് ഞാൻ എൻ്റെ ഗൂഗിൾ മാപ്സ് ഇവിടെയാണ് യു ടേൺ പറഞ്ഞത്. അപ്പോൾ when I tried to take the U-turn, I put the indicators and tried to go to my lane, and I was a bit ahead, so I thought that he will go a bit slow for me, so I just went right, and he I think sped up a bit and hit my vehicle. ബസ്സുകാർ നമ്മളോട് സംസാരിക്കുകയൊന്നും ചെയ്യില്ല, വണ്ടി അവർ എടുത്തോണ്ട് പോയ. He had stopped for a bit, but then by the time I got panicked a bit, and by the time I was out, he had already driven past. But he had stopped for a bit. സംഭവം ഞങ്ങൾ എല്ലാവരും അപ്പുറത്ത് നിൽക്കുന്നത്, റോഡിൻ്റെ അപ്പുറത്ത്. അപ്പോൾ ഇവൻ ഗൂഗിൾ മാപ്പ് നോക്കിയാണ് വണ്ടിയിൽ വന്നതാണ് ഡ്രൈവർ നമ്മളോട് പറഞ്ഞത്. അപ്പോൾ ഇവൻ ഗൂഗിൾ മാപ്പ് നോക്കി വണ്ടി യു ടേൺ എടുത്താണ്. അപ്പോൾ എസ്ആറും പുറയിൽ ഓൾറെഡി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൻ വെട്ടിച്ചെന്ന് പറയുന്നത്, വെട്ടിച്ചപ്പോൾ ബാക്ക് സൈഡ് ആ വണ്ടിയുടെ പള്ളിയിൽ തട്ടി ഇവൻ ആ മീനത്തിന് അവിടെ ചവിട്ടി കയറി എന്നാണ് ഡ്രൈവർ, എന്നിട്ട് വണ്ടി ഓടിച്ച ഡ്രൈവർ നമ്മളോട് പറഞ്ഞ. ബസ്സാരും നിർത്തി അയാൾ ഫോട്ടോ എടുത്ത് ഡ്രൈവർ ഇറങ്ങി ഇവരോട് സംസാരിച്ച് ഹോസ്പിറ്റലിൽ പോകണോ എന്താണെന്ന് വെച്ചാൽ എല്ലാ ഇതൊക്കെ ചോദിച്ചപ്പോൾ ഇവർ കുഴപ്പമില്ല സാറേ, എൻ്റെ അച്ഛൻ മനുണ്ടെന്ന് പറയും. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞാൽ പറഞ്ഞ് ഇവരുടെ ഫോൺ നമ്പർ മേടിക്കണ്ടായിരുന്നു ബസ്സാരൻ പോയ അവിടെ. പോലീസ് പറഞ്ഞു വണ്ടി ഫോട്ടോ എടുത്തിട്ട് പറഞ്ഞ് പൊക്കുമെന്ന് പറഞ്ഞു. ട്രാഫിക് പോലീസ് വന്നിട്ട് ഫോട്ടോ എടുത്തിട്ട് അവർ പറഞ്ഞു ബസ്സുകാരോട് പൊക്കുമെന്ന് പറഞ്ഞു. തള്ളി മാറ്റണം. ഗൂഗിൾ മാപ്പ് നോക്കി തെറ്റി വന്നതാണ്. ആ റൈറ്റ് തിരിയണേന് ഈ റൈറ്റിലേക്ക് എടുത്തു വണ്ടി. പെട്ടെന്ന് വണ്ടി ഈ യൂ ടേൺ ക്ലോസ് ആണെന്ന് അറിഞ്ഞില്ല. കുറ്റം പറയാൻ പെട്ടെന്ന് ലെഫ്റ്റിൽ നിന്ന് വന്ന ബസ് വണ്ടി പെട്ടെന്ന് റൈറ്റിലേക്ക് കയറിയപ്പോൾ അവർ ചവിട്ടിയിട്ട് പോയി തട്ടിയതാണ്. അല്ലാണ്ട് ബസ്സുകാരെ കുറ്റം പറയാനല്ല. ഞങ്ങൾ അവിടുന്ന് കാണുന്നുണ്ട്. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമുക്ക് ബസ്സുകാർ കുറ്റം പറയും. നമ്മൾ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അമ്മ കൃത്യമായ കാര്യങ്ങൾ പറയുന്നത്. പില്ലർ നമ്പർ 390 സമീപത്തേക്കാണ് ഈ വാഹനം ഇടിച്ച് കയറിയത്. അതായത് ഈ സ്വകാര്യ ബസ് വലത് ട്രാക്കിൽ കൂടെ പോവുകയായിരുന്നു. ഇടത് ട്രാക്കിൽ നിന്നും പെട്ടെന്ന് വലത്തേക്ക് തിരിച്ചതാണ്. അപ്പോഴാണ് ഇതിൻ്റെ ബാക്ക് ഡോറിൽ ഇടിക്കുന്നത്. അങ്ങനെ നിയന്ത്രണം വിട്ട് ആ മീഡിയയിലേക്ക് ഇടിച്ച് കയറുകയായിരുന്നു. അതായത് ആ സമയം വേറെ അധികം വാഹനങ്ങളൊന്നും ഇല്ലായിരുന്നു. ഏകദേശം 8:30 മണിയോട് കൂടിയിട്ടാണ് ഈ സംഭവം നടക്കുന്നത്. വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ഈ ആദിലെന്ന ആ യുവാവിനും പരിക്കുകളൊന്നുമില്ല. ആദിൽ ഇവിടെ ഈ തൃക്കാക്കരയിലുള്ള ഒരു ജിമ്മിൽ സെയിൽസ്മാനായി ജോലി ചെയ്യുകയാണ് താൽക്കാലികമായിട്ട്. അദ്ദേഹം മെൽബണിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓസ്ട്രേലിയയിൽ നിന്നും വന്നിട്ട് ഇവിടെ പഠനത്തിൻ്റെ വെക്കേഷനാണ്. അതുകൊണ്ട് നാട്ടിലേക്ക് വന്നു. ചങ്ങമ്പുഴ സ്വദേശിനിയാണ്. അപ്പോൾ ഒരു പാർട്ട് ടൈം ജോലിയായിട്ട് ആ ജിമ്മിൽ വർക്ക് ചെയ്യുമായിരുന്നു. അങ്ങനെ ആ ജിമ്മിലേക്ക് പോകുന്ന ഇടയിലാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചത്. ഗൂഗിൾ മാപ്പ് നോക്കി വന്നതാണ്. ഇവിടെ ഈ ടോൾ ജംഗ്ഷനിൽ ഒരു യൂ ടേൺ ഉണ്ട്, അത് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. കുറച്ചുകൂടി മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ യൂ ടേൺ എടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ പെട്ടെന്ന് ഈ ഗൂഗിൾ മാപ്പിൽ വലത്തേക്ക് തിരിയുവാനായിട്ട് കാണിച്ചു. അങ്ങനെ അത് പെട്ടെന്ന് പാനിക്കായി വലത്തേക്ക് വെട്ടിച്ചാണ് ഈ വലത് ട്രാക്കിൽ കൂടി വന്ന സ്വകാര്യ ബസ് പിന്നിലിടിക്കുകയായിരുന്നു. ഇടിച്ച ഉടൻ തന്നെ എന്തായാലും പോലീസും സ്ഥലത്തെത്തി വാഹനത്തിൻ്റെ ചിത്രമൊക്കെ എടുത്തതിന് ശേഷം എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ വിളിക്കാം, നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും പോലീസ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആ ട്രിപ്പ് മുടക്കണ്ട എന്ന് പറഞ്ഞ് സ്വകാര്യ ബസ് പിന്നെ മുന്നോട്ട് പോവുകയായിരുന്നു. എന്തായാലും അതിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. വാഹനത്തിന്
സാരമായ കേടുപാടുകൾ സംഭവിച്ചു എന്നതൊഴിച്ചാൽ മറ്റ് നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കൊച്ചിയിൽ നിന്നും DK ദിലീപിനോടൊപ്പം R. പിയൂഷ്, മറുനാടൻ മലയാളി.